ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ഉണ്ടായതിനേക്കാളും സിവിയർ ആയിട്ടുള്ള ഒരു ഫോളാണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ആ മാർക്കറ്റിൻ്റെ ഒരു ഇടിവ് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്ന ഭേദമില്ലാതെ എല്ലാ കാറ്റഗറി സ്റ്റോക്കുകളെയും ബാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ സെക്ടോറൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്ടർ പോലും പച്ചകത്തി നിൽക്കുന്നില്ല, എല്ലാം ചുവപ്പിലാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ മാർക്കറ്റിനെ രണ്ട് വിധത്തിൽ സമീപിക്കുന്ന നിക്ഷേപകരുണ്ട്. ഒന്നാമതായിട്ട് അവരവരുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത സ്റ്റോക്കുകൾ നല്ല ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നവരാണ് ഒരു വിഭാഗം നിക്ഷേപകർ. എന്നാൽ മറ്റൊരു വിഭാഗം നിക്ഷേപകർ ഇനിയൊരു തിരിച്ചുവരവ് ഈ മാർക്കറ്റിൽ ഇല്ലെന്നും എല്ലാം വിറ്റുപെറുക്കി ഇനിയും നഷ്ടം വരാതെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്ന വേറൊരു കൂട്ടം ആൾക്കാർ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഡൗൺ ആയി നിൽക്കുന്ന സ്റ്റോക്കുകൾ വാങ്ങാൻ അത്ര എളുപ്പമല്ല, അസാമാന്യമായിട്ടുള്ള ഒരു ധൈര്യമൊക്കെ വേണ്ടി വരും എന്നാണ് നാം പൊതുവെ കരുതാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവരും പ്രണയിക്കുന്നത് റിസ്കിനെയാണ്. റിസ്ക് ഹേ തോ ഇഷ്ക് ഹേ എന്നാണ് അർഷദ് മേത്തയുടെ ബയോപിക്കിൻ്റെ ആ ഒരു മൂവിയിൽ നമ്മൾ വ്യാപകമായിട്ട് കേട്ടിട്ടുള്ള ഒരു കോട്ട്. അപ്പോൾ ഈ റിസ്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് ആയിരിക്കണം, അല്ലാതെ ബ്ലൈൻഡ് ആയിട്ടുള്ള റിസ്ക് അല്ല. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റിസ്കിനെ നമ്മൾ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു സന്ദർഭങ്ങളിൽ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളതും ലാർജ് ക്യാപ് സെഗ്മെൻറ്റിലുള്ളതുമായ സ്റ്റോക്കുകളെയാണ്. കാരണം ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഒരു ഇടിവുണ്ടായാൽ തന്നെ അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് തിരിച്ചു കയറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് ഇത്തരം ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ. ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു സെപ്റ്റംബർ ക്വാർട്ടറിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച ചില ലാർജ് ക്യാപ് സ്റ്റോക്കുകളുണ്ട്. എന്നാൽ അവർ ഒക്ടോബർ മാസത്തിൽ സെൽ ചെയ്തോ ഇല്ലയോ എന്നതിൻ്റെ കൃത്യമായ ഡാറ്റ നമ്മൾ കയ്യിലില്ല. പക്ഷേ ക്വാർട്ടർ 2 അവർ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കുകളിൽ യാതൊരുവിധ സെല്ലിംഗ് നടത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സെല്ലിംഗ് നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, അവരവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ സ്റ്റോക്കുകളും പൊതുവെയുള്ള ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ഭാഗമായിട്ടോ അതല്ല ഈ ഒക്ടോബറിന് ശേഷമുള്ള ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലുള്ള ഏതെങ്കിലുമുള്ള ഹെവി സെല്ലിംഗ് നടന്നതിൻ്റെ ഭാഗമായിട്ടോ അതിൻ്റെ RSI അഥവാ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇപ്പോൾ ഓവർ സോൾഡ് ആ ഒരു സെഗ്മെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. 30 താഴെയാണ് പല സ്റ്റോക്കുകളുടെയും RSI നമുക്ക് കാണാൻ കഴിയുക. കൂടാതെ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 20 മുതൽ 30% വരെ താഴോട്ട് പോയ പല ലാർജ് ക്യാപ് സ്റ്റോക്കുകളുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ലോങ് ടേമിൽ പരിഗണിക്കാവുന്ന 10 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സ്റ്റോക്കുകൾ ഒരു ബൈങ് ലെവലിൽ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഇനിയും ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലിൽ, ആദ്യം കാണുന്ന സപ്പോർട്ട് ലെവലിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു 25% നമുക്ക് ഇത്തരം സ്റ്റോക്കുകൾ നിക്ഷേപിക്കാം. പിന്നീട് വരുന്ന ഇനിയും ഒരു ക്രാഷ് ഉണ്ടാവുകയാണെങ്കിൽ നെക്സ്റ്റ് 25% അടുത്ത സപ്പോർട്ട് ലെവലിലും നിക്ഷേപിക്കുക. ആ രീതിയിൽ ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ഇത്തരം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ഡൗൺ ട്രെൻഡിൽ. അപ്പോൾ അത്തരത്തിലുള്ള 10 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 33% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ കാണാൻ കഴിയുക. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 8.67. ഇതാണ് ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം. കാരണം നിഫ്റ്റി 50-ലെ വലിയൊരു മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി എന്നുള്ള നിലയ്ക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ PE റേഷ്യോ വളരെയധികം ആകർഷകമാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന 786 എന്നുള്ള ലെവൽ കഴിഞ്ഞിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ 778 ഒരു സപ്പോർട്ട് ലെവലായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 722 എന്നുള്ള ലെവലാണ്. അപ്പോൾ ഈ ലെവലുകളൊക്കെ നമുക്ക് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാവുന്ന സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ഇതിൻ്റെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ അത് 18.17% ജൂൺ ക്വാർട്ടറിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 20.55% ആയിട്ട് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള ഇന്റർഗ്ലോബ് ഏവിയേഷൻ അഥവാ ഇൻഡിഗോ എയർലൈൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 23% കറക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 22.5 എന്നുള്ള നോർമൽ PEയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3583 എന്ന ലെവൽ അടുത്തൊരു സപ്പോർട്ട് ലെവലാണ്. അത് കഴിഞ്ഞാൽ 3114 എന്നുള്ളതും നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. ഈ ലെവലുകളിലാണ് ഈ സ്റ്റോക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ RSI 27 എന്ന ലെവലിലേക്ക് താഴോട്ട് പോയിരിക്കുകയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ ജൂൺ ക്വാർട്ടറിൽ 24.44% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 25.39% ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെയും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങിൽ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് കോൾ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 24% കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE വളരെയധികം അട്രാക്റ്റീവാണ്, 7.03% മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 387 എന്നുള്ള ലെവലാണ്. അത് കഴിഞ്ഞാൽ 306 എന്നുള്ള ലെവലാണ് ഇതിൻ്റെ
സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ RSIയും 20 എന്നുള്ള റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഓവർസോൾഡ് സോണിൽ തന്നെയാണ് ഈ സ്റ്റോക്കും നിൽക്കുന്നത്. ഈ സ്റ്റോക്കിലുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 8.40% നിന്നും 9.16% ആയിട്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തൊരു സ്റ്റോക്ക് അവന്യൂ സൂപ്പർ മാർട്ട്സ് ലിമിറ്റഡ് ആണ്, അഥവാ ഡിമാർട്ട് എന്നറിയപ്പെടുന്ന ഈ സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 30% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. സ്റ്റോക്കിൻ്റെ PE 92 ആണ്. ഇത് വളരെ ഹൈ ആയിട്ടുള്ള ഒരു PE ആയിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഈ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ മീഡിയൻ PE എന്ന് പറയുന്നത് 123% ആണ്. അപ്പോൾ അവിടെ നിന്ന് നല്ല തോതിൽ താഴോട്ടേക്കാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ PE വന്നിട്ടുള്ളത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 3491 എന്ന ലെവലാണ്. അത് കഴിഞ്ഞാൽ 3052 എന്ന ലെവലാണ്. അപ്പോൾ ഈ രണ്ട് ലെവലുകൾ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ RSIയും ഓവർസോൾഡ് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 23 നമുക്ക് RSI കാണാൻ കഴിയുക. ഇപ്പോൾ ഡിമാർട്ടിലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ജൂൺ ക്വാർട്ടറിൽ 9.22% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 9.95% ആയിട്ട് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് സംവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 26% കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 29.6 ആണ്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സപ്പോർട്ട് ലെവലായിട്ടുള്ള 155.95 ആ ഒരു ലെവലിലേക്ക് സ്റ്റോക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നില്ലെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് സാധ്യതയുള്ളത് 119 എന്നുള്ള ലെവലാണ്. അപ്പോൾ ഈ ലെവലുകളിൽ ഈ സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുക. ഇതിൻ്റെ RSI ഇപ്പോൾ ഓവർസോൾഡ് സോണിൽ എത്തിയിരിക്കുകയാണ്. 23 എന്ന ലെവലിലാണ് നമുക്ക് RSI കാണാൻ കഴിയുന്നത്. ഈ സ്റ്റോക്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ജൂൺ ക്വാർട്ടറിൽ 12.87% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 13.51% ആയിട്ട് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തൊരു സ്റ്റോക്ക് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനിയാണ്. ഇത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 27% കറക്റ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 26.3% ആണ്. ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഒരു സപ്പോർട്ട് ലെവൽ കാണാൻ കഴിയുന്നത് 1141 എന്നുള്ള ലെവലാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് 1010 എന്ന ലെവലാണുള്ളത്. ഈ ലെവലുകളിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് നല്ലൊരു ബൈങ് പ്രൈസിൽ ലഭിക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്കും ഇപ്പോൾ അതിൻ്റെ ഓവർസോൾഡ് സോണിലാണുള്ളത്. RSI നമുക്ക് 25.87 ആണെന്ന് കാണാൻ കഴിയും. ഈ സ്റ്റോക്കിലുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ജൂൺ ക്വാർട്ടറിൽ 26.62% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ സെപ്റ്റംബർ ക്വാർട്ടറിൽ 27.18% ആയിട്ട് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തൊരു സ്റ്റോക്ക് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ആണ്. ഇത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 22% കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. സ്റ്റോക്കിൻ്റെ PE 56.7% ആണ്. ഇതും വളരെ ഹൈ ആയിട്ടുള്ള ഒരു PE ആണ്. പൊതുവെ FMCG സെഗ്മെൻറ്റിൽ PE വളരെ അധികമാണ്. പക്ഷേ ഇതിൻ്റെ മീഡിയൻ PE 55.5 ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഫെയർലി വാല്യൂഡ് പൊസിഷനിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇതിൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സപ്പോർട്ട് ലെവലിൽ നിന്ന് ഇപ്പോൾ നേരിയൊരു ബൈങ് കാണാൻ കഴിയും. 5047 എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്. ആ ലെവലിൽ നിന്നും താഴത്തേക്ക് വരികയാണെങ്കിൽ 4196 ആണ് അടുത്ത ഒരു ബൈങ് ലെവലായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഈ സ്റ്റോക്കും ഇപ്പോൾ ഓവർസോൾഡ് പൊസിഷനിലാണുള്ളത്. 24 എന്നാണ് RSI കാണിക്കുന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ ക്വാർട്ടറിൽ അത് 17.41% ഉണ്ടായിരുന്ന സ്ഥാനത്ത് സെപ്റ്റംബർ ക്വാർട്ടറിൽ 17.90 നേരിയ തോതിലുള്ള ഒരു വർധനവാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. അടുത്ത സ്റ്റോക്ക് FMCG സെഗ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കുകൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. ഇത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 18.9% കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 56.4 എന്ന ലെവലിലാണ്. ഇതിൻ്റെ ഒരു 5 ഇയേഴ്സ് മീഡിയൻ PE 63.7 ആണ്. അവിടെ നിന്നും എത്രയോ താഴെയായിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്. ഇതിൻ്റെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കറണ്ട് ലെവലിൽ നിന്ന് താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ 2333 നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. അത് കഴിഞ്ഞാൽ 2137 വരെ ഈ സ്റ്റോക്ക് പോയേക്കാം. അപ്പോൾ ഈ രണ്ട് ലെവലുകളും നമുക്ക് തീർച്ചയായിട്ടും ഒരു ബൈങ് ലെവലായിട്ട് കാണാൻ കഴിയുന്ന ഒരു സ്റ്റോക്കാണിത്. ഈ സ്റ്റോക്കിൻ്റെ RSI ഇപ്പോൾ 27 എന്നുള്ള ലെവലിലാണ് കാണാൻ കഴിയുക. ഓവർസോൾഡ് പൊസിഷനിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ജൂൺ ക്വാർട്ടറിൽ 11.87 എന്ന ലെവലിൽ നിന്നും ഇപ്പോൾ സെപ്റ്റംബർ ക്വാർട്ടറിൽ 12.18 എന്ന ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തൊരു സ്റ്റോക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 30% കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE വളരെ അട്രാക്റ്റീവ് ആണ്. 11.2% മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ഇപ്പോഴുള്ള 336 എന്ന ലെവലിൽ നിന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ 128 ഒരു നല്ല സപ്പോർട്ട് ലെവലാണ്. അതിൽ നിന്ന് താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ 114 വരെ ഈ സ്റ്റോക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലെവലുകൾ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത് ഓവർ സോൾഡ് സോണിലാണുള്ളത്. 27 എന്നുള്ള ഓവർ സോൾഡ് പൊസിഷനിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഈ സ്റ്റോക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജൂൺ ക്വാർട്ടറിൽ 7.79% ഉണ്ടായിരുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 7.90% ആയിട്ട് നേരിയ തോതിലുള്ള ഒരു വർധനവ് ഈ സ്റ്റോക്കിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അവസാനമായിട്ട് 10ാമത്തെ ഒരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. ഇത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 27% ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE 50.5 ആണ്. ഇതിൻ്റെ മീഡിയൻ PE 76.3 ആയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ ആ ഒരു ഹൈ PEയിൽ നിന്നാണ് 50 എന്നുള്ള ലെവലിലേക്ക് വലിയൊരു ഫോൾ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഇമ്മീഡിയറ്റ് 2 സപ്പോർട്ടുകളും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് താഴോട്ടേക്ക് പോയിട്ടുള്ളത്. RSI 13 എന്നുള്ള വളരെ ലോ ലെവലിലാണ്. അത്രമാത്രം ഓവർ സോൾഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 2241 എന്ന ലെവലാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ സ്റ്റോക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സ്റ്റോക്കിൽ പക്ഷേ നമുക്ക് കാണാൻ കഴിയും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ് അത് ജൂൺ ക്വാർട്ടറിൽ 15.27 ഉള്ള സ്ഥാനത്ത് ഇപ്പോൾ സെപ്റ്റംബർ ക്വാർട്ടറിൽ 15.28% എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. നേരിയൊരു വർധനവ് അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ നല്ല ഒരു ബൈയിങ് ലെവൽ എത്തുന്നത് വരെ കാത്തു നിൽക്കുകയും അതുപോലെ നമ്മൾ ക്യാപിറ്റൽ ഇറക്കുകയാണെങ്കിൽ തന്നെ ഘട്ടം ഘട്ടമായിട്ട് മാത്രം ഇറക്കുന്ന ഒരു സിപ്പ് മോഡൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യം. അല്ലാതെ ഒറ്റയടിക്ക് വലിയ ക്യാപിറ്റൽ ഇറക്കുന്നത് അപകടകരമാണ്. അപ്പോൾ വളരെയധികം കെയർഫുള്ളായിട്ടും വളരെയധികം പേഷ്യൻ്റായിട്ടും മാർക്കറ്റിനെ സമീപിക്കുക. കാരണം മാർക്കറ്റിനെ മറികടന്നു അതിൻ്റെ ട്രെൻഡിനെ മറികടന്നുകൊണ്ട് ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ കഴിയില്ല. ട്രെൻഡിനൊപ്പം നിൽക്കാനേ നമുക്ക് കഴിയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.